താരനും മുടികൊഴിച്ചിലും കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒറ്റ തവണ ഇങ്ങനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി മാറ്റാൻ പറ്റും. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡാൻഡ്രഫ്, അതായത് പൊതുവെ നമുക്ക് താരനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അത് കാരണം ഒരുപാട് സ്പ്ലിറ്റ് എൻഡ്സ്, അതേപോലെ തന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം വരാറുണ്ട് അല്ലേ. അപ്പം മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഡാൻഡ്രഫ് ആയിരിക്കും. അപ്പോൾ ഈ ഡാൻഡ്രഫിനെ നമുക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മുടെ ഹെയർ കെയർ റുട്ടീനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഡാൻഡ്രഫിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരുപാട് പാക്കുകൾ ട്രൈ ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റൊരുപാട് മെത്തേഡ്സ് അല്ലെങ്കിൽ ഹെയർ ഓയിലൊക്കെ ട്രൈ ചെയ്തിട്ടും ഡാൻഡ്രഫ് മാറാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീട്ടിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഗൈസ്, ഈ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് പണിയാണ്. അതേപോലെ തന്നെ മന്ത്ലി അല്ലെങ്കിൽ കുറേ സീസൺ മാറുന്ന സമയത്ത് നമുക്ക് ഡാൻഡ്രഫ് വരാറുണ്ട് ഹെയറിൽ. പൊതുവേ ഡ്രൈ സ്കാൽപ്പുള്ള ആൾക്കാർക്ക് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൊറിയാൻ തുടങ്ങും മുടി, അതേപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ടാവും, സ്പ്ലിറ്റൻസ് ഉണ്ടാവും. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൊതുവേ ഒരു സ്കിൻ കെയറിന് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂവിനനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെയാണ് ഹെയർ കെയർ കാര്യങ്ങൾ എടുക്കുന്ന സമയത്തും നമ്മൾ ഹെയറിന് എന്താണ് ഇഷ്യൂ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട്. സോ ഡാൻഡ്രഫിന് പറ്റിയിട്ടുള്ള ഒരു റെമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വന്നിട്ട് പിൽഗ്രിമിൻ്റെ ഓസ്ട്രേലിയൻ ടീ ട്രീ ആയിട്ടുള്ള നോൺ ഡ്രൈയിങ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. ഇതിൽ സൾഫേറ്റോ പാരബിനോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇത് 100% നമ്മുടെ ഹെയറിലുള്ള ഡാൻഡ്രഫിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിംഗ് സൈഡിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. സോ അതൊന്ന് കണ്ടിട്ട് വരും. ഇത് വന്നിട്ട് പിൽഗ്രിമിൻ്റെ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള ആൻറ്റി ഡാൻഡ്രഫ് കിറ്റാണ്. ഇതിൽ ഒരു ഷാമ്പൂ, കണ്ടീഷണർ ആൻഡ് ഹെയർ മാസ്ക് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരെ ഷാമ്പൂയിലോട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ നോർമലി ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഷാമ്പൂ ആണെങ്കിലും. അപ്പോൾ നമ്മുടെ ഹെയറിന് ഡാമേജ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഞാൻ എൻ്റെ ഹെയറിലോട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിലുള്ള മൊത്തം ഡാൻഡ്രഫും കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഷാമ്പൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യാം. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടിരിക്കും. ആ ഒരു ഷാമ്പൂ യൂസ് ചെയ്യുന്നുള്ള ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ മാക്സിമം കുറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ കണ്ടീഷണറിൽ അടങ്ങിയിട്ടുള്ള സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ മാസ്കിലും അടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഇത് വീക്ക്ലി വൺസ് നിങ്ങൾ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നല്ല രീതിയിൽ ഹെയർ കൊഴിഞ്ഞു പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് വരുന്നത് ഭയങ്കരമായിട്ട് ഹെയർ തിന്നായി പോകുന്നുണ്ടാകും, ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ആയിരിക്കും. അതെല്ലാം ഈ ഡാൻഡ്രഫ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഷാമ്പൂ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന കണ്ടീഷനിങ് ആണ്. എൻ്റെ ഹെയറിൻ്റെ റൂട്ടിൽ നിന്ന് ടിപ്പ് വരെയും ഞാൻ ഈ കണ്ടീഷണർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 2 to 5 minutes നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതായിരിക്കും. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എത്ര ഡ്രൈ ആണെങ്കിലും ഇങ്ങനെയുള്ള കണ്ടീഷണേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ ഹെയർ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിലവരുടെ മുടിയൊക്കെ ഭയങ്കര ചകിരി പോലെ ഇരിക്കുകയാണ്, ഒട്ടും മാനേജബിൾ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ടീഷണർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഹെയറിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുള്ളൂ. അതേപോലെ ഇടയിലിടയിൽ ഹെയർ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെയർ മാസ്കുകൾ ട്രൈ ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ മാസ്കും അല്ലെങ്കിൽ ഹെയർ കണ്ടീഷണർ, ഷാമ്പൂ എന്നെല്ലാം ഇതിൽ വ്യത്യസ്തമാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഡാൻഡ്രഫിനെ എങ്ങനെ തടുക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഹെയറിലുള്ള ഫ്രിസിനെസ് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഹെയറിനെ ഇപ്പോൾ ഷാമ്പൂ യൂസ് ചെയ്യുകയാണെങ്കിലും കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിലും ഹെയറിൻ്റെ സ്കാൽപ്പിനെ ഡ്രൈ ആക്കാതെ നോക്കുന്നുള്ളത്. കാരണം നമ്മുടെ ഹെയർ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഷാമ്പൂ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ ഹെയർ കെയർ റൂട്ടീൻ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ സ്കിൻ കെയറിൽ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഹെയർ കെയറിലും ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഹെയറിൽ ഓയിൽ ചെയ്തതിന് ശേഷം ഷാമ്പൂ അപ്ലൈ ചെയ്യും. ഷാമ്പൂ അപ്ലൈ ചെയ്തതിന് ശേഷം മിക്കവാറും ആൾക്കാർ മറക്കുന്നൊരു കാര്യമാണ് കണ്ടീഷണർ എന്ന് പറയുന്നത്. പക്ഷേ എത്ര നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാമ്പൂ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കണ്ടീഷണർ എന്ന് പറയുന്നത് മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും, പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. സോ ഇപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞ അതേ റേഞ്ചിൽ വരുന്ന ഒരു കണ്ടീഷണറാണ് ഇവിടെ ഉള്ളത്. ഇതും ടീ ട്രീ ബേസ് ആണ്. അതേപോലെ തന്നെ 100% നമ്മുടെ ഡാൻഡ്രഫ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യുന്നതാണ് ഇവർ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഷാമ്പൂ, കണ്ടീഷണർ അല്ലെങ്കിൽ ഹെയർ ഓയിലിംഗ് ഇതെല്ലാം കൂടാതെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഹെയറിൽ ഹെയർ പാക്കുകൾ ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഇതിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഷാമ്പൂ, കണ്ടീഷണർ പ്ലസ് ഒരു ഹെയർ പാക്ക് നമുക്ക് കോംബോ ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ.
സെയിം റേഞ്ചിൽ വരുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഈ ഒരു 3 പ്രോഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂപ്പൺ കോഡ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാകും. ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടാകും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.